ഹലോ കൂട്ടുകാരെ, ഞാൻ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളൊരു വ്യായാമം ചെയ്യുകയാണ്. പിന്നെ ഞാൻ 67 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഞാൻ ഈ വ്യായാമം കൊണ്ട് കൊണ്ടുവന്നതാണ്. പിന്നെ എനിക്ക് പ്രായം 60 കഴിഞ്ഞു. പ്രായം ഒരു ഒരു ബാധ്യതയല്ല, നമ്മൾ തന്നെ പ്രയത്നിക്കുക. അതിനായി തന്നെ വാമ്പ് ചെയ്യുക. എല്ലാ ബോഡികളും നല്ല ശരിക്കും ശ്വാസം എടുത്തുകൊണ്ട് മേലോട്ട് ഇങ്ങനെ പോകുക. അതൊരു 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ സൈഡിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇവിടേക്കോട്ടും മുമ്പോട്ടും ചെയ്യാം. അതും ഒരു 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ റൊട്ടേറ്റ് ചെയ്യും വട്ടത്തിൽ, അതും അങ്ങനെ തന്നെ. പിന്നെ നേരെ തിരിച്ചിട്ടും അതും എല്ലാം ഒരു 10 പ്രാവശ്യം. പിന്നെ കൈ നല്ല ഇത് ഒരു 10-20 പ്രാവശ്യം ചെയ്യുക. പിന്നെ ഇത് നമ്മുടെ കൈയിൻ്റെ എല്ലാം ചെയ്യാം. പിന്നെ ഇങ്ങനെ നല്ല ഇതായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മുടെ ഇങ്ങനെ ശരീരം നല്ല ഇതായിട്ടുള്ള അകങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കും. അതൊരു 10-20 പ്രാവശ്യം. പിന്നെ തിരിച്ചിട്ട് ഇങ്ങനെ പിന്നെ നമ്മളെ നല്ല ശരിക്കും നല്ല വട്ടത്തിലുണ്ട്. അതും അങ്ങനെ തന്നെ, അതും തിരിച്ചിട്ടും ഇതേപോലെ തന്നെ അതും ഒരു ചെയ്യുക. പിന്നെ തിരിച്ചിട്ടും അതുമെല്ലാം ഒരു നമുക്ക് കഴിയുന്ന പോലെ. ആദ്യം ഇതൊന്നും ചെയ്യണ്ട. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇതൊന്നും പിന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 10-20 പ്രാവശ്യം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-20 പ്രാവശ്യം ചെയ്യും. അങ്ങനെ സൈഡിൽ ഞാൻ ഏകദേശം 60 പ്രാവശ്യം ഇങ്ങനെ തുടരുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന പോലെ ആരും കൂടുതൽ തുടണ്ട. ഒരു 5-6 പ്രാവശ്യം വിളിച്ച് നിർത്താം. പിന്നെ ഒരു സെറ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ ജമ്പിങ്, പിന്നെ ഇങ്ങനെ ജമ്പിങ് ജാക്സ് ഞാൻ ഏകദേശം 100 പ്രാവശ്യം കൊള്ളുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു 20 പ്രാവശ്യം വിളിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം തന്നെ കൂടെ ചെയ്യിച്ച് നമുക്ക് ഭയങ്കര കാല് കഴിഞ്ഞില്ല. പിന്നെ ഇത് മടക്കം മടക്കി കാണിക്കുക. ഇതും അങ്ങനെ അതേപോലെ ഇത് തുള്ളൻ കഴിഞ്ഞിട്ട് കൈനകത്ത് എങ്ങനെ പൊന്തിക്കുക. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കഴിയുന്ന അങ്ങനെ ഒരു 20 പ്രാവശ്യം. പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ മലാസനത്തിൽ ചെയ്തിട്ട് പിന്നെ വെടി കുത്താം. അത് ചെയ്യുന്ന നമുക്ക് ഏറ്റവും നല്ല പവർ കിട്ടും കാലിനല്ലോ. അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഇരുന്നിട്ട് ഇവിടെ എനിക്ക് വയറ് കൂടുതലുണ്ടായിരുന്നു. അത് പിന്നെ പോയത് ഇത് ചെയ്തിട്ടാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് തന്നെ കുറച്ച് ഇങ്ങനെ ഒന്നിക്കാം. ഒരു 5 വരെ ഉണ്ടാകാം. പിന്നെ 2 കാലം അതൊരു 5-10 ഇങ്ങനെ ഒന്നിക്കാം. മെല്ലെ താക്കാം. എന്നിട്ട് താഴെ എത്തത് പിന്നെ അതും ഒരു 10-20 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. അതും ചെയ്ത് പിന്നെ എനിക്ക് ഭയങ്കര യൂറിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇങ്ങനെ ചെയ്തേരാന്ന് പോയി. ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് എടുക്കുന്ന പോലെ അത് കഴിയുന്ന പോലെ ചെയ്യാം. നല്ല ഇതായിട്ട് നല്ല വളഞ്ഞ് ചെയ്യുന്നതാണോ ഈ സൈഡിൽ ഫാറ്റ് നമുക്ക്
അത് ചെയ്യാം. പിന്നെ ഇത് ചെയ്യാം. പിന്നെ അങ്ങനെ എന്നിട്ട് കയ്യാത്തൊരു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യാത്തൊരു ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെ എനിക്കും ആവില്ല. എന്നും ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ അടുത്തോട്ട് വലത്തോട്ട് നമ്മുടെ അടുത്ത് എല്ലാം കാര്യം ഒറ്റപ്പടി ആകില്ല എനിക്ക്. പക്ഷേ ഞാൻ ഇങ്ങനെ ആകാത്ത ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുക. ഇപ്പം കുറേ മാറ്റം വന്നതാണ്. ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്ത് ചെയ്തിട്ട് ഭുജംഗാസനം കുടലിന് നല്ല ഇത് കിട്ടും. ഇങ്ങനെ ചെയ്യുക. പിന്നെ വേറൊരു എക്സസൈസ് ഇങ്ങനെ കാലം പിടിക്കുക. ഇത് ശരിക്കും ആവില്ല, എന്നാലും ചെയ്താകുമ്പോൾ ആവും. പിന്നെ ഇത് ഒരു 2 മിനിറ്റ് വരെയും ഞാൻ നിൽക്കുന്നുണ്ട്. ആദ്യം ഒരു 20 പ്രാവശ്യം എന്നുള്ളത് ഞാൻ വീണ് നോക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഇപ്പോൾ 1 മിനിറ്റ് ശരിക്കും നിൽക്കും. അങ്ങനെ 1 മിനിറ്റ് ശരിക്കും നിൽക്കും. പിന്നെ ഞാനിപ്പോൾ പുഷപ്പും ചെയ്ത് പഠിച്ച്. അതേപോലെ ഇങ്ങനെയൊക്കെ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ലേ. ഇപ്പം ഇത് നല്ലോണം ചെയ്യാം. ഇങ്ങനെ എക്സസൈസ് അതൊക്കെ കഴിയുന്നല്ലോ. 10 വയസ്സ് ചെയ്യാം. ഇതെല്ലാം ചെയ്താൽ തന്നെ കുടലിൻ്റെ എല്ലാം ശരിക്കും പോകും. എൻ്റെ കുടൽ ശരിക്കും ഞാൻ ഗർഭിണിയെ പോലെ പൊന്തിയിട്ടാണ് എൻ്റെ കുടൽ. ഇപ്പം മക്കളെല്ലാം പറയും അമ്മേൻ്റെ കുടലിൽ ഒട്ടിയുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ട്. ഞാൻ ഡെയിലി ചെയ്യുന്ന രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് ഇത് ചെയ്തിട്ടാണ് നമ്മളെ പണിയെടുക്കുക. സമയമില്ലാതിരിക്കും പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ എണീറ്റാൽ നമ്മളെ വീട്ടിലെ പണി രാവിലെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സസൈസിൻ്റെ ഇതെല്ലാം കഴിയും. അങ്ങനെ ചെയ്താൽ ഇനി ബാക്കിയുള്ള വേറൊരു വീഡിയോ കാണാം.